ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഫലം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത് ലതിക സുഭാഷിനാണെന്ന് വേണം പറയാൻ. കോട്ടയത്ത് ലതിക സുഭാഷിന്റെ തോൽവിയിൽ LDF ഏതായാലും ചെറിയ കല്ലുകടിയുണ്ട്. പതിവായി 3-ാം സ്ഥാനത്തേക്ക് പോകുന്ന വാർഡിൽ മത്സരിപ്പിച്ച് ലതിക സുഭാഷിനെ അപമാനിച്ചതാണ് വിമർശനം. വിധിയുടെ ഇരയാണ് താനെന്നും പാർട്ടി പറഞ്ഞതുകൊണ്ടാണ് മത്സരിച്ചതെന്നും ലതിക സുഭാഷ് മനോരമ ന്യൂസിനോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി രാജിവെച്ച വനം വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ഇനിയില്ലെന്നും ലതിക വ്യക്തമാക്കി. NCP സംസ്ഥാന ഉപാധ്യക്ഷയും പ്രധാന വനിതാ നേതാവുമായ ലതിക സുഭാഷിനെ കോട്ടയം നഗരസഭയുടെ തിരുനക്കര വാർഡിൽ മത്സരിപ്പിച്ചത് CPM-ന്റെ കെണിയാണോ ചതിയാണോ? LDF സ്ഥിരമായി 3-ാം സ്ഥാനത്തേക്ക് പോകുന്ന വാർഡാണ് ലതികയ്ക്ക് നൽകിയത്. പാർട്ടിയും മുന്നണിയും പറഞ്ഞതുകൊണ്ട് മത്സരിച്ചെന്നും വിധിയുടെ ഇരയാണ് താനെന്നും ലതിക സുഭാഷ്. ഞാൻ എപ്പോഴും മുൻകൂട്ടി ഇന്നത് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ആളല്ല. നമ്മൾ പറയാറില്ലേ, വി ഓൾ ആർ ദ വിക്ടിംസ് ഓഫ് ഡെസ്റ്റിനി എന്ന്. അതുപോലെ വിധിയുടെ ഒരു ഇര തന്നെയാണ് ഞാൻ. ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റതും ഒരു വിധിയായി. തീർച്ചയായിട്ടും അതല്ല, മത്സരിക്കാൻ പറഞ്ഞുകൊണ്ടല്ലേ മത്സരിച്ചത്. ആകെ 113 വോട്ടാണ് ലഭിച്ചത്. മത്സരിക്കാൻ കെട്ടിവെച്ച തുക പോലും തിരികെ ലഭിക്കില്ല. സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി രാജിവെച്ച വനം വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ഇനിയില്ലെന്നും രാജിയിൽ ഉറച്ചു നിൽക്കുന്നതായും ലതിക മനോരമ ന്യൂസിനോട് പറഞ്ഞു. രാജിവെച്ചത് വളരെ സന്തോഷത്തോടു കൂടിയാണ്. കാരണം പലരും പറഞ്ഞു ജയിച്ചെങ്കിൽ രാജിവെച്ചാൽ മതിയെന്ന്. പക്ഷേ ഞാനത് വളരെ ഗൗരവത്തോടുകൂടി കണ്ടതുകൊണ്ടാണ് ഏതൊക്കെയാലും ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുമ്പോൾ രാജിവെക്കാതെ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് പിന്നെ അതൊരു ആരോപണം ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് രാജിവെച്ചത്. രാജിവെച്ച സ്ഥാനം രാജിവെച്ചതാണ്. ഇന്ദിരാഭവന് മുന്നിൽ തല മൊട്ടയടിച്ച് പ്രതിഷേധിച്ച് കോൺഗ്രസ് വിട്ട താനിപ്പോഴും സമൂഹ മാധ്യമ അധിക്ഷേപം നേരിടുകയാണെന്നും ലതിക പറയുന്നു. ഇന്നിപ്പം ആ ഒരു പ്രതിഷേധത്തിൻ്റെ പേരിൽ എന്നെ എല്ലാവരും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണെന്നുള്ളത് എല്ലാവരും ശരിക്ക് ചിന്തിച്ചിട്ട് വേണം ഓരോ കമൻറ്റും ഇടാനായിട്ട്. കോട്ടയത്തു നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പില് സീറ്റ് നൽകിയില്ലെന്ന് പറഞ്ഞ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി അപമാനിച്ച് അധിക്ഷേപിച്ച് ഇന്ദിരാഭവന്റെ മുന്നിലിരുന്ന് തലമുണ്ടനം ചെയ്ത് മൊട്ടയടിച്ച് പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയ സ്ത്രീയാണ് ഇന്നിപ്പോ വന്നിരുന്ന് വേദനിക്കുകയാണ്, സങ്കടപ്പെടുകയാണ്. എന്താ കാര്യം? കോട്ടയം നഗരസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പില് അവിടെ തിരുനക്കര വാർഡിൽ നിന്ന് മത്സരിച്ച് അമ്പേ പരാജയപ്പെട്ട ലതിക സുഭാഷിന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. നമ്മൾ ഇതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം സംസാരിച്ചതാ. ലതിക സുഭാഷ് ഇപ്പൊ ഇന്ന് പറയുന്നത് എന്താ പറയുന്നത്? പാർട്ടി പറഞ്ഞത് കൊണ്ട് ഞാൻ മത്സരിച്ചു, ഇത് വിധിയാണ് എന്നാണ് പറയുന്നത്. അതെ, ഇതൊരു വിധിയാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന നിങ്ങൾക്ക് എല്ലാം തന്ന, അല്ലെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ലതിക സുഭാഷിന് കിട്ടാത്ത സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്നില്ല, അധികാരങ്ങൾ ഉണ്ടായിരുന്നില്ല. ഈ പാർട്ടിയുടെ ചോരയും നീരും ഊറ്റിക്കുടിച്ച് എല്ലാ സ്ഥാനമാനങ്ങളിലും അധികാര കേന്ദ്രങ്ങളിലും ഇരുന്നിട്ട് അവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകിയില്ലെന്ന് പറഞ്ഞ് പ്രതിഷേധിച്ചിട്ട് ഇറങ്ങിപ്പോയ വ്യക്തിയാണ് ലതിക സുഭാഷ്. ആ ലതിക സുഭാഷിനെ LDF നഗരസഭയിലേക്ക് കൗൺസിലർ ആകാനാണ് മത്സരിപ്പിച്ചത്. നിയമസഭയിലേക്ക് MLA ആവാനല്ല, നഗരസഭയിലേക്ക് കൗൺസിലർ ആകാൻ മത്സരിപ്പിച്ച് പരാജയപ്പെടുത്തി. എന്തിനാ പരാജയപ്പെടുത്തിയത്? അതിനു മുമ്പേ ഒരു പണി കൂടി ചെയ്തു വെച്ചിരുന്നു. വനം വികസന കോർപ്പറേഷന്റെ ചെയർപേഴ്സൺ ആയിരുന്ന ലതിക സുഭാഷ് മത്സരിക്കാൻ വേണ്ടി സ്ഥാനാർത്ഥിയാക്കാമെന്ന് പറഞ്ഞപ്പോ സഖാക്കൾ ആദ്യം ഒരു കാര്യം പറഞ്ഞു കൊടുത്തു. എന്താ പറഞ്ഞു കൊടുത്തത്? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുമ്പ് ആ ചെയർപേഴ്സൺ പോസ്റ്റ് കൂടി രാജിവെക്കണമെന്ന്. അങ്ങനെ ആദ്യം രാജിവെച്ച് ഇറങ്ങിയതാണ്. കക്ഷത്തുള്ളതിനെ വിട്ടിട്ടാണ് പറക്കുന്നതിനെ പിടിക്കാൻ പോയത്. അവസാനം എന്തായി? കക്ഷത്തുള്ളതും പോയി, പറക്കുന്നതിനെ കിട്ടിയതുമില്ല. ചെയർമാൻ സ്ഥാനവും പോയി, ഈ പറയുന്ന കൗൺസിലർ ആകാനും പറ്റിയില്ല. ഇപ്പോ ലതിക സുഭാഷ് വല്ലാതെ പരിതപിക്കുകയാണ്, സങ്കടം പറയുകയാണ്. അന്നത്തെ പ്രതിഷേധത്തിന്റെ പേരിൽ 4 വർഷം മുമ്പ് നടന്ന, അല്ലെങ്കിൽ 5 വർഷം മുമ്പ് പ്രതിഷേധിച്ചതിന്റെ പേരിലുള്ള ആക്രമണമാണ് ഇപ്പൊ പലരും പല ഭാഗത്തു നിന്നും നടത്തുന്നത്. പലതും അറിഞ്ഞിട്ട് വേണം കമന്റ് ഇടാൻ എന്ന് പറഞ്ഞ് കരയുകയാണ്. നിങ്ങളും ചിലതൊക്കെ ഓർക്കണമായിരുന്നു ലതിക സുഭാഷ്, അല്ലേ? നിങ്ങൾ ഇറങ്ങിപ്പോയത് എങ്ങനെയാ? നിങ്ങൾ ഈ പാർട്ടിയെ അപമാനിച്ച്, പ്രസ്ഥാനത്തെ അപമാനിച്ച് അധിക്ഷേപിച്ച് എല്ലാ സുഖ സൗകര്യങ്ങളും സ്ഥാനമാനങ്ങളും അധികാരങ്ങളും നേടിയതിന് ശേഷമാണെന്ന് നോക്കണം. എല്ലാം ലഭിച്ചില്ലേ ലതിക സുഭാഷിന്? ഈ പാർട്ടിയിൽ ഞാൻ ഇപ്പോഴത് ഓർക്കുമ്പോ എനിക്ക് എന്റെ മനസ്സിലേക്ക് വരുന്നത് ഈ പറയുന്ന ലതിക സുഭാഷ് എന്ന തലമുണ്ടനം മൊട്ടയടിച്ചിട്ട് ഇറങ്ങിപ്പോയ ദിവസം
അന്ന് ലതിക സുഭാഷിന്റെ മുഖത്ത് നോക്കിയിട്ട് BRM ഷഫീർ പറഞ്ഞ വാക്കുകളാ. ഈ പാർട്ടിക്ക് വേണ്ടി കൊടി പിടിച്ചതിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ടവരുണ്ട്. ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചതിന് പേരിൽ കാല് നഷ്ടപ്പെട്ടവരുണ്ട്. എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആക്രമിച്ച് കീഴ്പ്പെടുത്തിയവരുണ്ട്. അവർക്കൊന്നും ഈ പാർട്ടി ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ലെന്നേ. എന്നിട്ടാണ് എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും അധികാരങ്ങളും അനുഭവിച്ചതിന് ശേഷം ഈ പാർട്ടി നിയമസഭയിൽ മത്സരിക്കാൻ സ്ഥാനം നൽകിയില്ല, സീറ്റ് നൽകിയില്ലെന്ന് പറഞ്ഞ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി അപമാനിച്ച് പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയവര് ഇന്ന് സ്വയം അപമാനിതയായി വന്നിരുന്ന് കരയുക. എന്താ കാര്യം? കോട്ടയം നഗരസഭയിൽ മത്സരിക്കാൻ ഇറങ്ങിയിട്ട് തിരുനക്കരയിലെ ജനങ്ങള് അങ്ങ് വിധിയെഴുതി 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ആകെ ലഭിച്ചത് 115 വോട്ടെങ്ങാനുമാ. ആകെ ലഭിച്ചത് 100-ൽ പരം വോട്ടുകൾ മാത്രമാണ് ആകെ ലഭിച്ചത്. 8 നിലയിൽ പൊട്ടി. ഈ വാക്ക് ഞാൻ മുമ്പ് ഉപയോഗിച്ചത് KK ശൈലജയുടെ കാര്യത്തിലാ. ഇന്ന് ഞാൻ അത് വീണ്ടും ഉപയോഗിക്കുന്നു. ലതിക സുഭാഷ് തിരുനക്കരയിൽ 8 നിലയിൽ പൊട്ടി. ചെയർമാൻ സ്ഥാനവും പോയി, കൗൺസിലറുമായില്ല. എന്നിട്ട് പറയാ പാർട്ടി പറഞ്ഞിട്ടാ മത്സരിച്ചതെന്ന്. എന്നാ പിന്നെ പാർട്ടി പറയുന്നത് വല്ലാതെ അങ്ങ് കേൾക്കുന്ന ആളാണല്ലോ, ഉൾക്കൊള്ളുന്ന ആളാണല്ലോ. എന്തേ അന്ന് കോൺഗ്രസ് പറഞ്ഞു നിങ്ങൾക്ക് സീറ്റില്ലെന്ന് പറഞ്ഞപ്പോ അത് ഉൾക്കൊള്ളാതെ ഇറങ്ങിപ്പോയി എന്ന് മാത്രമല്ല പാർട്ടിയെ അധിക്ഷേപിച്ചു, അപമാനിച്ചു. ഒരു വല്ലാത്ത ചർച്ച, അല്ലെങ്കിൽ പാർട്ടിക്കെതിരെ ഒരു കൊടുവാള് പാർട്ടിയുടെ തലക്ക് മുന്നിൽ അത് ഉയർത്തിപ്പിടിച്ചിട്ടാണ് ഈ ലതിക സുഭാഷ് ഇറങ്ങിപ്പോയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അല്ലേ? അവിടെയല്ലേ BRM ഷഫീറിന്റെ വാക്കുകള് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇടിമുഴക്കമായി മാറുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എത്രയധികം ആളുകളാ. ഏറ്റവും റീസെന്റ് ആയിട്ടുള്ളത് മാത്രം എടുത്തു നോക്കിയേ. ചെറുപ്പക്കാര്, യുവതലമുറയിൽ പെടുന്നവര്, ഈ പാർട്ടിക്ക് മുതൽ കൂട്ടാൻ വേണ്ടിയിരുന്ന ചെറുപ്പക്കാര്, അവരുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോയില്ലേ? ശരത് ലാലും, കൃപേഷും ഷുഹൈബും ഒന്നും ഈ പാർട്ടിക്ക് വേണ്ടി മരണപ്പെട്ടവരാ. എന്താണ് അവർക്ക് ലഭിച്ചത്? അവരുടെ കുടുംബത്തിന് എന്താണ് ലഭിച്ചത്? എന്നിട്ടാണ് എല്ലാ സുഖ സൗകര്യങ്ങളും അധികാരങ്ങളും കോൺഗ്രസ് ഈ സ്ത്രീക്ക് നൽകി. എന്നിട്ട് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ട് ഇറങ്ങിപ്പോയി. ഇന്ന് വന്നിരുന്ന് മോങ്ങുകയാ. അന്നത്തെ പ്രതിഷേധത്തിന്റെ പേരിൽ ഇന്ന് ജനങ്ങൾ എന്നെ ആക്രമിക്കുന്നു എന്ന്. നിങ്ങളൊരു കാര്യം ആലോചിക്കണം ലതിക സുഭാഷ്. എന്താണ് ഈ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ട് പാർട്ടിയുടെ കൊടി പിടിച്ച സാധാരണക്കാരുടെ നെഞ്ചിൽ മുറിവേൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഇറങ്ങിപ്പോയ ആ ദിവസമുണ്ടല്ലോ, അന്ന് ജനം മോങ്ങി വെച്ചതാണ്. ഇന്ന് ജനം അന്നത്തെ കാര്യം ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോളൂ. എന്താണ് ഉറപ്പിക്കേണ്ടത്? ജനത്തിന്റെ മനസ്സിൽ അന്ന് അവർ ഓങ്ങി വെച്ചത് ജനം കൊണ്ടു നടക്കുകയായിരുന്നു ഒരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം അത്രമാത്രം മുറിവേൽപ്പിച്ചിട്ടുണ്ട് ഈ പ്രസ്ഥാനത്തിന്. നിങ്ങൾ ചെയ്ത തെമ്മാടിത്തരമെന്നല്ലാതെ അതിന് മറ്റെന്ത് പറയാൻ കഴിയും? നിങ്ങൾ സീറ്റ് ലഭിച്ചില്ലെന്ന് പറഞ്ഞ് മറുകണ്ഠം ചാടി പോയതായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. അതിനപ്പുറം നിങ്ങൾ ഇന്ദിരാ ഭവന് മുന്നിൽ കാട്ടിക്കൂട്ടിയ നാടകങ്ങള്, ആ നാടകങ്ങള് ഈ പാർട്ടിയെ വല്ലാതെ മുറിവേൽപ്പിച്ചു. സാധാരണക്കാരന്റെ മനസ്സിൽ, ഈ പാർട്ടിയുടെ കൊടി പിടിച്ചതിന്റെ മനസ്സിൽ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചിട്ടാണ് നിങ്ങൾ ഇറങ്ങിപ്പോയത്. അതിന് പകരം ചോദിക്കാതിരിക്കോ? അല്ലേ? നിങ്ങൾക്കെതിരെ പ്രതിഷേധങ്ങൾ, നിങ്ങളെ വിമർശിച്ചാൽ നിങ്ങൾക്കത് ആക്രമണമായിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പാർട്ടിയെ എത്രത്തോളം ആക്രമിച്ചിട്ടാ ഇറങ്ങിപ്പോയത് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സരിൻ ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ പറയുന്ന ലതിക സുഭാഷും ഇതുപോലെ ഇറങ്ങിപ്പോയ വ്യക്തിയാണ് അല്ലേ? പലരും ഇറങ്ങിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഈ തെരഞ്ഞു പിടിച്ച് നിങ്ങൾക്കെതിരെ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും സാധാരണക്കാരനായ പ്രവർത്തകൻ അത് നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ മുറിവേൽപ്പിച്ചത് ഈ സാധാരണക്കാരന്റെ മനസ്സിനെയാണ് എന്നുള്ളതാണ്, പാർട്ടി പ്രവർത്തകന്റെ മനസ്സിനെയാണ്. അതുകൊണ്ടാ ഇന്നും നിങ്ങൾക്ക് പലതും കേൾക്കേണ്ടി വരുന്നത് അല്ലേ? നിങ്ങളെ വിമർശിക്കാൻ പാടില്ലേ? നിങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാൻ പാടില്ലേ? നിങ്ങൾ നടത്തിയ പ്രതിഷേധങ്ങളൊക്കെ അത് പ്രതിഷേധമായിരുന്നോ, അതല്ലെങ്കിൽ അതും കഴിഞ്ഞുള്ള അതിന് മുകളിൽ നിൽക്കുന്ന വല്ലതുമായിരുന്നോ എന്ന് സ്വയം ഒന്ന് ആത്മവിചിന്തനം നടത്തേണ്ട കാര്യമല്ല ഇത്? ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഇരുന്നിട്ട്? ഈ പാർട്ടിയെ അപമാനിച്ചിറങ്ങിപ്പോയവർക്ക് ഇത് നിങ്ങൾ പറയുന്നത് പോലെ ഡെസ്റ്റിനിയാണ്, വിധിയാണ്.
എന്ന് നിങ്ങൾ പറയുമ്പോ ഇതും ഒരു തരത്തിലൊരു വിധിയാണ്. ഈ പാർട്ടിയെ അപമാനിച്ചിട്ട് ഇറങ്ങിപ്പോയ നിങ്ങളെ കേരളത്തിലെ ജനം അപമാനിച്ച് ഇറക്കി വിടുന്നതാണ് കാണുന്നത്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. തിരുനക്കരയിലെ ജനം നിങ്ങളെ അപമാനിക്കുകയല്ല ചെയ്തത്, നിങ്ങളെ പരിഹസിക്കുകയല്ല ചെയ്തത്. നിങ്ങളെ അപമാനിച്ച് അധിക്ഷേപിച്ച് തിരുനക്കരയിലെ ജനം ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, നിങ്ങളുടെ കയ്യിലിരിപ്പ് അങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഈ പാർട്ടിയെ അപമാനിച്ചു, അധിക്ഷേപിച്ചു, ആക്രമിച്ചു. അതിന് ജനം തിരിച്ചു നൽകുന്ന മറുപടി ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ലതിക സുഭാഷിന് ഒരു തർക്കവും വേണ്ട. മനസ്സിലായില്ലേ ഞാൻ പറയുന്ന കാര്യങ്ങള്? അപ്പോ ഇങ്ങനെ പരാജയപ്പെട്ട് വന്നിരുന്ന് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല ലതിക സുഭാഷ്. പലതും ഓർക്കണമായിരുന്നു. അല്ലേ? ഈ പാർട്ടി എല്ലാം നൽകിയില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്ത് സ്വാധീനമാണ് ലതിക സുഭാഷിന് കേരളത്തിന്റെ രാഷ്ട്രീയത്തിലുള്ളത്? 10,000 പിന്നിലുണ്ടോ? ഒരു വാർഡില് കൗൺസിലർ ആവാൻ മത്സരിച്ച് വിജയിച്ച് ഒരു വാർഡിലെ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയാത്ത ലതിക സുഭാഷ്, ആ ലതിക സുഭാഷിന് എന്ത് സ്വാധീനമാണ് കേരളത്തിന്റെ രാഷ്ട്രീയത്തിലുള്ളത്? പാർട്ടിയുടെ കൊടി പിടിച്ചത് കൊണ്ട് മാത്രം, കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ കൊടി പിടിച്ചത് കൊണ്ട് മാത്രമല്ലേ നിങ്ങൾ അനുഭവിച്ച സുഖങ്ങളും സൗകര്യങ്ങളും അധികാരങ്ങളും ഒക്കെ നിങ്ങൾക്ക് ലഭിച്ചത്? അതല്ലാതെ നിങ്ങളുടെ പിന്നിലെ അണികളെ കണ്ടിട്ടാണോ? നിങ്ങൾക്ക് പിന്നിൽ എത്ര പേരുണ്ടായിരുന്നു? ആരാ ഉള്ളത് നിങ്ങൾക്ക് പിന്നിൽ? ആരുമില്ലെന്നേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. LDFന്റെ മുന്നണിയുടെ ഭാഗമായിട്ട് മത്സരിച്ചിട്ട് പോലും 115 വോട്ടുകളാണ് ലഭിച്ചത്. അങ്ങനത്തെ ലതിക സുഭാഷ് ഈ പാർട്ടിയെ വല്ലാതെ അങ്ങ് മുറിവേൽപ്പിച്ചു എന്നുള്ളതാണ്. അത് ഈ പാർട്ടിയുടെ പ്രസ്ഥാനത്തിന്റെ കൊടി പിടിച്ചവന്റെ മനസ്സിനെയാണ് മുറിവേൽപ്പിച്ചത് എന്ന് കാലം തെളിയിച്ചു കൊണ്ടിരിക്കുകയാ. അതാണ് അന്ന് ഈ പാർട്ടിയുടെ പ്രവർത്തകരെ ഓങ്ങി വെച്ചത് ഇന്ന് നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ലതിക സുഭാഷിന് തർക്കമില്ല. വേദനിച്ചിട്ട് കാര്യമില്ല, സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ അത്രത്തോളം ഈ പ്രസ്ഥാനത്തിന് പോറലേൽപ്പിച്ചിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്.